ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ദൈവവചന ഭാഗങ്ങൾ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ബുദ്ധിയുള്ള ആരാധന. ഈ വാക്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ തന്നെ റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായം വരെ എന്താണ് അതിൻ്റെ സംഗ്രഹമെന്ന് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. അത് വളരെ ചെറിയ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകളിലാണ് നാം ചിന്തിച്ചത്. വീണ്ടും നമ്മൾ അതേ വാക്യത്തിലേക്ക് വരികയാണ്. ബുദ്ധിയുള്ള ആരാധന, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത്. ചില വാക്കുകൾ, ചില പദങ്ങളൊക്കെ നമുക്ക് കൂലങ്കഷമായി ചിന്തിച്ച് അതിനെക്കുറിച്ച് എന്താണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഇങ്ങനെയുള്ള തിരുവചന ചിന്തകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. ഇവിടെ ബുദ്ധിയുള്ള ആരാധന എന്നുള്ള ഒരു പദം റീസണബിൾ സർവീസ് എന്ന്, അഥവാ ലോഗിക്കോസ് ലാട്രിയ എന്നൊരു പദമാണ്, എന്ന രണ്ട് പദങ്ങളാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നു. ആ ലോഗിക്കോസ് എന്നുള്ള പദത്തെക്കുറിച്ച് യുക്തമായ എന്നതും, അതുപോലെ ലാട്രിയ എന്നുള്ള പദം ശുശ്രൂഷ, സേവനം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായിത്തീർന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഒരു യുക്തമായ സേവനത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ചെയ്തതുപോലെ ഇനിയും നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മാത്രം വിട്ടുകൊടുക്കുക. ഇവിടെ യാഗമെന്നൊരു പദവും പറഞ്ഞിട്ടുണ്ട്. യാഗമായി സമർപ്പിക്കുക, അതും ജീവനുള്ള യാഗമെന്നാണ് പറയുന്നത്. സാധാരണ യാഗത്തിന് അഥവാ യാഗമൃഗത്തിന് ജീവനില്ല. കാരണം യാഗപീഠത്തിൽ വെക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് അത് അറുക്കപ്പെടും. ജീവനില്ലാത്ത ഉടലുകളെയാണ് യാഗപീഠത്തിൽ വെക്കാറുള്ളത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ജീവനുള്ള യാഗമായിരിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങളുടെ മേൽ മരണം വെളിപ്പെടുന്നത് നിങ്ങളുടേതായിരിക്കണം. മറ്റൊരു ജീവൻ നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ആ ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനായിരിക്കണം. ഈ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു ക്രിസ്തു തൻ്റെ ജീവിതം എന്നിൽ ജീവിച്ചു തീർക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതമെന്ന് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ആരാധന എന്നുള്ള പദത്തെക്കുറിച്ച് വീണ്ടും നാം ചിന്തിക്കും. യാഗങ്ങൾ, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഈ യഹൂദന് അവൻ്റെ അനുദിന ജീവിതത്തിൽ ഈ യാഗങ്ങളുമായിട്ടും അതുപോലെ യാഗപീഠവുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിള് എഴുതപ്പെടുമ്പോൾ ഇത് യഹൂദൻ്റെ പുസ്തകമാണ്. യഹൂദൻ്റെ ചാരിത്രിക പശ്ചാത്തലങ്ങൾ, സാമൂഹ്യ പശ്ചാത്തലങ്ങളൊക്കെ ആണിതിൽ ഏറ്റവും കൂടുതൽ ഓർപ്പിക്കുന്നത്. ഈ യഹൂദന് യാഗങ്ങൾ മാത്രമല്ല, മറിച്ച് ആലയമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് ഒരു ആലയമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തോട് ഇഴപിരിയാതെ കിടക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാം, ഒരു നല്ല യഹൂദൻ, ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു നല്ല യഹൂദൻ്റെ സമ്പത്തിൻ്റെ 32% അവൻ ദൈവവേലയ്ക്കും ദൈവകാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുന്നവനാണ്. ഇവന്തോ അവരോട് ദശാംശം കൊടുക്കുവാനും അഥവാ തങ്ങളുടെ സമ്പത്തിൻ്റെ, വിളവിൻ്റെ, നന്മയുടെ 10% കൊടുക്കുവാൻ ആവശ്യപ്പെടുമ്പോഴും വീണ്ടും യാഗങ്ങൾക്കായി, വഴിപാടുകൾക്കായി, മറ്റ് ദൈവാലയ കർമ്മങ്ങൾക്കായി ഒരു 22% കൂടി അവർ ദൈവവേലയ്ക്ക് നൽകുന്നവരാണ്. അപ്പോൾ സ്വന്തം വേതനത്തിൻ്റെ, സ്വന്തം നന്മയുടെ 32% വരെ ഒരു യഹൂദൻ ദൈവാലയത്തിനും ദൈവവേലയ്ക്കും വേണ്ടി നൽകുന്നതാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന്. അപ്പോൾ ദൈവമക്കളാകുന്ന നാം എത്രത്തോളം
കർത്താവിൻ്റെ നാമത്തിനും ദൈവവേലയ്ക്കും ദൈവിക ശുശ്രൂഷയ്ക്കും വേണ്ടി ചിലവഴിക്കുന്നവരായിരിക്കണം എന്ന് നാം ഇത്തരുണത്തിൽ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് മടങ്ങി വരാം. ഇവിടെ ഞാൻ യാഗങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചല്ലോ. യഹൂദൻ 5 യാഗങ്ങളാണുള്ളത്. ലേവ്യ പുസ്തകം അഥവാ പഞ്ചഗ്രന്ഥികളിൽ 3-ാമത്തെ പുസ്തകം. ലേവ്യ പുസ്തകത്തിലാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ നൽകപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പർവ്വതത്തിൽ വെളിപ്പെടുന്ന ദൈവം 20-ാം അധ്യായം മുതൽ കൽപ്പലകൾ എഴുതപ്പെടുന്ന പ്രമാണം കൊടുക്കുന്നതിനോടൊപ്പം വീണ്ടും കർത്താവ് ഓർപ്പിച്ച കാര്യങ്ങൾ ലേവ്യ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മോശ ഏതാണ്ട് 2 പ്രാവശ്യം 40 ദിവസം വെച്ച് ഉപവസിച്ചു. 2 പ്രാവശ്യവും താൻ പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ 2 സമയങ്ങളിലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതെല്ലാം നിയമാവർത്തന പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലുമൊക്കെ ആയിട്ട് മോശ എഴുതി വെക്കുവാനിടയായി തീർന്നു. ഓരോരോ ദൈവപ്രത്യക്ഷതകളും ദൈവത്തോട് അടുത്ത് ഇരിക്കുന്ന ഓരോ സമയങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും അത് തൻ്റെ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ തനിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മോട് ഇടപെടും. കാരണം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം കാണുന്നത് തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ്. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ തൻ്റെ ജനത്തോട് സംസാരിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ഓരോ ഇൻഡിവിജ്വലിനോടും ഓരോ ദൈവ പൈതലിനോടും നേരിട്ട് സംസാരിപ്പാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഓർപ്പിച്ചത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരു ക്വയറ്റ് ടൈം ദൈവം എന്നോട് ഈ പകലിനെ കുറിച്ച് കൽപ്പിക്കുന്നു, എന്താണ് കർത്താവിൻ്റെ ചിന്ത, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, ഇതൊക്കെ അറിയേണ്ടതിന് ദൈവകരങ്ങളിൽ നാം കാത്തിരുന്നാൽ തീർച്ചയായും അവനെ കാത്തിരിക്കുന്നവർ അവൻ്റെ ആലോചനകൾ കേട്ട് ശക്തി പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. അപ്പോൾ യാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം 3, 4, 5 അധ്യായങ്ങളെല്ലാം തന്നെ 1 മുതൽ 5 അധ്യായങ്ങൾ. 1-ാമത്തത് ഹോമയാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹോമയാഗം. 2-ാമത്തത് ഭോജനയാഗം. 3-ാമത്തത് സമാധാനയാഗം. 4-ാമത്തത് പാപയാഗം. 5 അകൃത്യയാഗം. ഇങ്ങനെ 5 യാഗങ്ങളാണ് ഈ ലേവ്യ പുസ്തകം 1 മുതൽ 5 വരെ നമ്മൾ കാണുന്നത്. ഈ 5 യാഗങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ ഒരു നിഴല് മാത്രമാണ്. ഈ 5 യാഗങ്ങളുടെയും പൊരുള് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വരികയാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നൊരിക്കൽ അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്ക് ഇടയാക്കട്ടെ. അപ്പോൾ ഈ 5 യാഗങ്ങളിൽ 4-ാമത്തെയും 5-ാമത്തെയും യാഗങ്ങൾ എന്നുകൂടി പറഞ്ഞാൽ പാപയാഗവും അതുപോലെ അകൃത്യയാഗവും, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിവരിച്ച് അടുത്ത പദത്തിലേക്ക് നമുക്ക് പോകണം. പാപയാഗം എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ ചെയ്തു പോയി. അപ്പം അങ്ങനെ ചെയ്തു പോയാൽ അതിനുവേണ്ടി ചെയ്യരുതെന്ന് അറിഞ്ഞിട്ടും ചെയ്യരുതെന്ന് എഴുതപ്പെട്ടിട്ടും ഞാൻ ചെയ്തു പോയി, അതിന് പരിഹാരമായി അർപ്പിക്കപ്പെടുന്നതാണ് പാപയാഗം. ഇനി അകൃത്യയാഗമെന്ന് പറഞ്ഞാൽ ഒരുവൻ സത്യം ചെയ്തിട്ട് നേർച്ച കഴിച്ചിട്ട് അതിൽ നിന്ന് തെറ്റിപ്പോയാൽ അവൻ ചെയ്യേണ്ടതാണ് അകൃത്യയാഗം. പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ യാഗപീഠമായിട്ട് ബന്ധപ്പെട്ടതാണ്, യാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ജീവിതവും നമ്മൾ കേട്ടല്ലോ. ഇനിയും യാഗപീഠവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എവിടെയാണ് ഈ യാഗപീഠം ആദ്യമായിട്ട് ഒരാൾ ഉണ്ടാക്കി ദൈവത്തെ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മളത് കാണുന്നത്. ആദ്യമായിട്ട് യാഗപീഠം പണിയുന്നത് നോഹയാണ്. നോഹ ദൈവത്തിന് യാഗപീഠം പണിയുന്നത് പ്രളയത്തിന് ശേഷം അരാറാത്തിൻ്റെ ആ അടിവാരത്തിലാണ്. പ്രളയശേഷം പെട്ടകത്തിൽ നിറങ്ങുന്ന നോഹയും കുടുംബവും ദൈവത്തോടുള്ള നന്ദിസൂചകമായിട്ട് അരാറാത്തിൻ്റെ ആ താഴ്വരയിൽ ദൈവം പറയാതെ തന്നെ, ദൈവം ആവശ്യപ്പെടാതെ തന്നെ സ്വന്തം ഹൃദയത്തിൻ്റെ വാഞ്ച കൊണ്ട് ദൈവത്തിന് ഒരു യാഗപീഠം പണിയുക. അപ്പോൾ ആ ഭൂമിയിൽ ഇനിയും മനുഷ്യരായി നോഹയും കുടുംബവും മാത്രമേ ഉള്ളൂ. പക്ഷേ അവരാദ്യം ചെയ്യുന്നത് കൃഷി ചെയ്യുകയല്ല.
അവരാദ്യം ചെയ്യുന്നത് യാഗപീഠം പണിയും. അവിടെ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, ആ യാഗത്തിൻ്റെ സൗരഭ്യവാസന യഹോവ മണത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം ഭൂമിയെ ശപിച്ചത് മനുഷ്യൻ്റെ മനോനിരൂപണങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ അതിനെ അറിഞ്ഞിട്ടാണ്. അത് ബാല്യം മുതൽ ദോഷമുള്ളതെന്ന് കണ്ടിട്ട്. എന്നാൽ ബാല്യം മുതൽ ദോഷമുണ്ട് എന്ന് മാനുഷിക ഹൃദയങ്ങളെ നോക്കി ദൈവം അനുതപിക്കുമ്പോൾ ഇവിടെ നോഹ കഴിക്കുന്ന യാഗത്തിൻ്റെ സൗരഭ്യവാസന ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ, യാഗപീഠത്തിൽ യാഗവസ്തു എരിയുമ്പോൾ ദൈവം കാണുന്നത് യാഗപീഠത്തിൽ എരിയുന്ന യാഗവസ്തുവിനെ അല്ല, യാഗം കഴിക്കുന്നവൻ്റെ ഹൃദയത്തെയാണ്. അങ്ങനെ യാഗം കഴിക്കുന്ന നോഹയുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട ആ ദൈവത്തോടുള്ള അതിരിട്ട ഭക്തി, അതിരുകവിഞ്ഞ നന്ദി, സ്നേഹം, ഇതെല്ലാം ദൈവം അത് ആസ്വദിച്ചു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ മാർമികമായിട്ട് ഓർപ്പിക്കുന്നത്. ഈ യാഗപീഠം പണിയുവാൻ ദൈവമാണ് കൽപ്പിക്കുന്നത്. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിലൊക്കെ യാഗപീഠം പണിയുവാനായിട്ട് മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുന്നത്, മണ്ണുകൊണ്ട് യാഗപീഠം പണിയണമെന്നവർ. മണ്ണുകൊണ്ട്. അതിനും കാരണമുണ്ട്. മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്നാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മണ്ണുകൊണ്ട് യാഗപീഠം പണിയണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ യാഗപീഠം അത് എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നീ അവിടെ യാഗം കഴിക്കുമ്പോഴെല്ലാം ഞാൻ അവിടെ കടന്നു വരികയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ദൈവം മോശയോട് പറയുന്നത്. അപ്പോൾ യാഗപീഠം എന്ന് പറഞ്ഞാൽ യഹോവയുടെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ യാഗപീഠത്തിന് മുമ്പിൽ നിന്ന് അവർ യാഗമർപ്പിക്കുമ്പോൾ അവിടെ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ അവിടെ വന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. ഇനിയും അടുത്ത കാര്യം മോശയോട് ദൈവം പറയുന്നത്, നീ യാഗപീഠം കല്ലുകൊണ്ടുണ്ടാക്കിയാൽ ഒരിക്കലും അത് ചെത്തിയെടുത്ത കല്ലുകൊണ്ട് ആയിരിക്കരുത്. മാത്രമല്ല, ഇരുമ്പായുധമോ അല്ലെങ്കിൽ മൂർച്ചയേറിയ യാതൊരു ആയുധം കൊണ്ട് അതിനെ തൊടരുത്, അതിനെ അശുദ്ധമാക്കരുത്. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യൻ രൂപകൽപ്പന ചെയ്യുന്നത് പോലെ അല്ല ആരാധനയുടെ വിധങ്ങൾ. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ല, അവൻ്റെ ചിന്തകൾക്കോ പദ്ധതികൾക്കോ നിരൂപണങ്ങൾക്കോ ഒത്തവണ്ണമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. വീണ്ടും യഹൂദനോട് ദൈവം താക്കീത് കൊടുക്കുന്നുണ്ട്, നിനക്ക് ബോധിച്ച ഇടത്തൊക്കെയും യാഗപീഠം പണിയാതിരിക്കുവാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. വീണ്ടും യഹൂദന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നിനക്ക് ബോധിച്ച ഇടത്തൊക്കെയും യാഗപീഠം പണിയാതിരിക്കുവാൻ നീ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യമായിട്ട് യാഗപീഠം പണിതത് നോഹയാണെന്ന്. അത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യത്തിലുണ്ട്. ഇനി അടുത്തത് യാഗപീഠം പണിയുന്ന ഒരാളെ നമ്മൾ കാണുന്നത് 12-ാമത്തെ അധ്യായത്തിലാണ്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. 12-ാം അധ്യായം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവിനെ കുറിച്ചാണ് പറയുന്നത്. 75 വയസ്സുള്ള കൽദയനായ ഒരു മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നു, സ്വന്തം ചർച്ചക്കാരെയും പിതൃഭവനത്തെയൊക്കെ വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകും. അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിച്ച അബ്രഹാം ആദ്യം ചെയ്യുന്നത് ഉൽപ്പത്തി 12:7 പറയുന്നു, ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്തിന് കിഴക്കായിട്ട് അബ്രഹാം ഒരു യാഗപീഠം പണിതു. മാത്രമല്ല, വീണ്ടും നമ്മൾ കാണുന്നു അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ മമ്രെ, എഷ്കോൽ എന്നീ സഹോദരന്മാരുടെ അടുക്കലായി ഒരു അയൽക്കാരനായി കൂടാരവാസിയായി താമസിക്കുന്ന അബ്രഹാം മമ്രയുടെ തോപ്പിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ മമ്രയുടെ തോപ്പിൽ യഹോവയുടെ യാഗപീഠം ഉള്ളതുകൊണ്ടും യഹോവയുടെ നാമത്തിൻ്റെ സ്മരണയുള്ളതുകൊണ്ടും തന്നെയാണ് അവിടെ ദൂതന്മാർ കടന്നു വരുന്നതും അബ്രഹാമിൻ്റെ കൂടാരത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ. നാം ആ ഭാഗങ്ങൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഇനിയും 3-ാമത് അബ്രഹാം ഉണ്ടാക്കിയ ഒരു യാഗപീഠം മോറിയ മലയിലാണ് തൻ്റെ അനുസരണവും
ദൈവത്തോടുള്ള വിശ്വാസവും തെളിയിക്കേണ്ടതിന്. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. തൻ്റെ ഏറ്റവും വിലപ്പെട്ട, താൻ പ്രാർത്ഥിച്ച് തനിക്ക് ലഭിച്ച തൻ്റെ വാഗ്ദത്തമായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ അബ്രഹാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ അബ്രഹാം തെളിയിക്കുകയാണ്, എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളല്ല, അതിനേക്കാൾ എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ നടത്തുന്ന ദൈവമാണ് എനിക്ക് വലുതെന്ന് താൻ തെളിയിക്കുകയാണ്. ഇത്ര മനോഹരമായ കാഴ്ചയാണ്. ദാനങ്ങളെക്കാൾ ദാതാവിനെ സ്നേഹിക്കുന്ന, ആ ദാതാവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം മാത്രം സ്വന്തം ജീവിതം രൂപകൽപ്പന ചെയ്യുന്ന അബ്രഹാം, ആ അബ്രഹാം പിതാവിൻ്റെ മക്കളാണ് നാമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കും. നമുക്ക് ഇത്തരണത്തിൽ ചിന്തിക്കാം. പലപ്പോഴും ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ അടുത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോഴും നാം നമുക്കുള്ള സകലതിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ നമുക്ക് പറയുവാൻ ഒരു മറുപടി ഉണ്ടായിരിക്കണം. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണം തന്നെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുക. പ്രൈസ് ഗോഡ്. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യാഗങ്ങൾ അർപ്പിച്ചവരെയാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്ക് യാഗം അർപ്പിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ഗരാറിൽ വെച്ച് ഉള്ള ഒരു യാഗപീഠത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അത് ആ യാഗപീഠത്തിന് അവിടെ രഹബോത്ത് എന്ന് പറയുന്ന കിണറിൻ്റെ അടുക്കൽ താൻ യാഗപീഠം പണിതതിനെക്കുറിച്ച് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. വീണ്ടും 33:20 അവിടെ ഷേഖേം പട്ടണത്തിനരികെ യാക്കോബ് ഒരു യാഗപീഠം പണിതായിട്ട് നാം കാണുന്നുണ്ട്. യാക്കോബ് 2 ഇടങ്ങളിൽ യാഗപീഠം പണിതിട്ടുണ്ട്. അത് ഒന്ന് ഷേഖേം പട്ടണത്തിന് അരികിലാണ്. 35:1 ബഥേലിൽ ഒരു യാഗപീഠം പണിയണമെന്ന് ദൈവം യാക്കോബിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്ന യാക്കോബ് ബഥേലിലേക്ക് യാഗപീഠം പണിയുവാൻ പുറപ്പെട്ടതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നാം പഠിക്കുന്നു. ഇനിയും മോശ ന്യായപ്രമാണം ദൈവത്തിങ്കൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കുക മാത്രമല്ല, താൻ യഹോവ നിസി എന്ന് ഒരു യാഗപീഠം പണിഞ്ഞു എന്ന് നാം ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അത് രഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് അമാലേക്കരുമായുള്ള യുദ്ധത്തോടുള്ള ബന്ധത്തിൽ യുദ്ധത്തിൽ ജയിച്ച ഇസ്രയേൽ അതിന് നന്ദി സൂചകമായിട്ട് യഹോവ നിസി അഥവാ യഹോവയുടെ കൊടി എന്നർത്ഥം വരുന്ന ഒരു യാഗപീഠം പണിതതായിട്ട് നാം ഇവിടെ കാണുകയാണ്. ഇത്രത്തോളം നേരെ നമ്മൾ ഈ യാഗപീഠങ്ങളെക്കുറിച്ചും യാഗമർപ്പിച്ചവരെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ഈ പഴയ നിയമത്തിൽ യാഗത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പിതാക്കന്മാർ അബ്രഹാമിന് മുൻപേ നോഹ മുതൽ ഇങ്ങോട്ട് സകലരും ദൈവത്തിന് വഴിപാടും യാഗവും അർപ്പിച്ചിരുന്നു. എന്നാൽ അവർ ദൈവത്തിന് വഴിപാടും യാഗവും അർപ്പിച്ചത് യാഗപീഠങ്ങളിലാണെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായം നമ്മോട് പറയുന്നു, നമ്മുടെ ശരീരങ്ങളെ യാഗവസ്തുക്കളാക്കി ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്ന ആ യാഗപീഠത്തിൽ നമ്മെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ദൈവേഷ്ടം ചെയ്യുവാൻ മാത്രം ഞാൻ എന്നെ വേർതിരിക്കുന്നു എന്നുള്ള ആ നിർണയമുണ്ടല്ലോ, അതിൻ്റെ പേരാണ് യഥാർത്ഥത്തിലുള്ള ആരാധനയെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ചാണ് നാം കേട്ടത്. അതുപോലെ റീസണബിൾ സർവീസ്, ഒരു ലോഗിക്കോസ് ലാട്രിയ, ഈ പദത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനിടയായിത്തീർന്നു. യുക്തമായ സേവനം എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ പഠിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ, പാപത്തിലകപ്പെട്ട നാം, നമുക്ക് ദൈവം രക്ഷ തന്നതുകൊണ്ട് ഇനിയുള്ള കാലം എൻ്റെ ശരീരം ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഈ റോമാലേഖനം 12-ാം അധ്യായം താഴേക്ക് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്: നാം എത്രത്തോളം ലോകത്തിനും നമുക്കും വേണ്ടി ജീവിച്ചോ
അത്രത്തോളം ഇനിയും ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ ശരീരം ഞാൻ പാപത്തിന് അവയവങ്ങളാക്കിയതുപോലെ, അനീതിക്ക് അവയവങ്ങളാക്കിയതുപോലെ തന്നെ ഇനിയും പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ അവയവങ്ങളിലൂടെ കൃപാവരങ്ങളെയും പരിശുദ്ധാത്മാവിനെയും സേവിക്കുന്നവർ, ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുവാനാണ് എന്നോട് ഈ പുസ്തകം ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ആരാധനയോടുള്ള ബന്ധത്തിൽ നാം വിവിധ കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഇടയായിത്തീർന്നു. യാഗപീഠത്തെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. 5 വിധ യാഗങ്ങൾ: ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇതിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പരമയാഗത്തിൻ്റെ നിഴലുകളാണിതെന്ന് നമ്മൾ പഠിക്കാനിടയായിത്തീർന്നു. മാത്രമല്ല, യാഗപീഠവുമായി ബന്ധപ്പെട്ട യഹൂദൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം തിരിച്ചറിഞ്ഞു. ആമേൻ. അതോടൊപ്പം തന്നെ യാഗപീഠം പണിത ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ യാഗപീഠം എന്നുള്ളതിൻ്റെ ആന്തരിക പൊരുൾ എന്താണെന്ന് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ കർത്താവിന് പൂർണ്ണമായി കൊടുക്കുന്ന, നമ്മുടെ കർത്തൃത്വത്തെ തന്നെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കുന്ന ആ ഒരു ക്രിസ്തീയ ജീവിതം, അതിനെക്കുറിച്ച് മാത്രമാണ് ആരാധനയെന്ന് ഓർപ്പിക്കുന്നത്. അല്ലാതെ സഭായോഗങ്ങളിൽ നാം കടന്നു പോകുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ് എന്ന് ദൈവവചനത്തിലില്ല. മറിച്ച് ഒരു ദൈവ പൈതലിനോട് ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നാം പാടുമ്പോൾ നാം ആരാധിക്കുന്നു എന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പാടുന്നവൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് ഓർപ്പിക്കുന്നത്. ആരാധന ഒരിക്കലും നമ്മുടെ ഒരു കൂട്ടായ്മയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സഭായോഗവുമായിട്ടോ ബന്ധപ്പെട്ട കാര്യമല്ല. മറിച്ച് ആരാധന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിവുള്ളവരായി അനേക ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. കർത്താവേ, പ്രിയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുന്നു. ഇന്ന് ഞങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ യാഗത്തിൻ്റെ നിഴലായ, ആ പരമയാഗത്തിൻ്റെ നിഴലായ 5 യാഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് പ്രസാദവും ഇഷ്ടവുമുള്ള യാഗങ്ങളായി ഞങ്ങളെ തന്നെ സമർപ്പിപ്പാനും ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാനും ഇടയാകുമാറ് കർത്താവിൻ്റെ ഇഷ്ടത്തിനായി അനുദിനമേൽപ്പിക്കപ്പെടുന്നവരായി ഞങ്ങളെ തിരുക്കരങ്ങളിൽ തരുന്നു. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് കർത്തൃകരങ്ങളിൽ തരുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ചില ചിന്തകളുമായി വീണ്ടും നമുക്ക് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ.